ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു എവിടെയായിരുന്നു? ആദിയിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ബൈബിൾ പറയുന്നു ഈ ലോകം പാഴും ശൂന്യവുമായിരുന്നു. ഇതിനർത്ഥം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടിയാണ് സകലത്തിൻ്റെയും തുടക്കമെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പ് ദൈവം എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. എന്നാൽ ആളുകൾ ചോദിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പും ശേഷവും യേശു എവിടെയായിരുന്നു എന്നുള്ളത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യേശു തന്നെ ഇതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് യേശു എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അവസാനം വരെ കാണുക. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വവും അവൻ ദൈവപുത്രനാണെന്ന വസ്തുതയിൽ ഒരു തെറ്റുമില്ല എന്നതിൻ്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. യേശുക്രിസ്തു എവിടെയായിരുന്നു എന്നും അവൻ ഏത് രൂപത്തിലായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ യോഹന്നാന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന മുഴുവൻ ബൈബിളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ്. തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ഹൃദയത്തെ നമുക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാനും കഴിയും. അബ്രഹാം മുതൽ മോശെ വരെ, ദാവീദ് മുതൽ ശലോമോൻ വരെയുള്ളവരുടെ മഹത്തായ പ്രാർത്ഥനകൾ ബൈബിളിൽ ഒരുപാടുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഈ പ്രാർത്ഥന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികൾ തികച്ചുമിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ അവസാന വാക്യം ശ്രദ്ധിക്കണേ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് യേശു പറയുന്നു. എന്ന് പറഞ്ഞാൽ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവായ ദൈവവുമായി താൻ പങ്കിട്ട മഹത്വത്തെയും തേജസ്സിനെയും കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന പലപ്പോഴും ഒരു വ്യക്തിയുടെ ഉള്ളിലെ കാര്യങ്ങളെ വെളിപ്പെടുത്തും. അത് ഒരു മുൻവിധികളുമില്ലാതെ അവരുടെ ഹൃദയം ദൈവത്തിങ്കലേക്ക് തുറക്കുന്നതാണ്. ഈ പ്രാർത്ഥന യേശുവിൻ്റെ ഉദ്ദേശ ആഗ്രഹങ്ങളെയും പ്രചോദനങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ സ്വഭാവവും ഹൃദയവും കാണാനുള്ള മറ്റൊരു സവിശേഷ അവസരം കൂടി ഈ യോഹന്നാൻ 17-ാം അധ്യായത്തിലുണ്ട്. ഈ പ്രാർത്ഥനയിൽ യേശു ഈ സുവിശേഷത്തിൽ പറയുന്ന ഒരുപാട് വലിയ ആശയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. മഹത്വം, വിശ്വാസം, പ്രപഞ്ചം, സ്നേഹം എന്നീ കാര്യങ്ങളെക്കുറിച്ചും പിതാവുമായുള്ള തൻ്റെ പ്രത്യേക ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പും ശേഷവും ദൈവം ഉണ്ടായിരുന്നു എന്നത് ഉൽപ്പത്തിയിലെ വിവരണങ്ങൾ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ ബൈബിൾ ദൈവത്തിൻ്റെ ബഹുത്വമുള്ള സത്തിനെ എടുത്തു കാണിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ നാം, നമ്മുടെ എന്ന വാക്കാണ്. സൃഷ്ടിയുടെ തുടക്കത്തിൽ ദൈവം ഒറ്റയ്ക്കല്ലായിരുന്നു, മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. ലോകം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിൽ നിന്റെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് യേശു പറഞ്ഞു. യേശു ഈ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ലോക സൃഷ്ടിയുടെ സമയത്ത് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി താനാണെന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി. ലോകത്തിന്റെ പാപങ്ങൾക്ക് മരിക്കുവാൻ വേണ്ടി യേശു തന്റെ മഹത്വത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരൂപം സ്വീകരിക്കേണ്ടി വന്നു എന്ന വസ്തുത പരിഗണിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അർത്ഥവത്താണ് എന്നുള്ളത് മനസ്സിലാകും. യേശു തന്റെ മഹത്വത്തിലും ആ തേജസ്സിന്റെ രൂപത്തിലുമാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി യാഗമാകാനോ ത്യാഗം അനുഭവിക്കാനോ കഴിയില്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മശിഹ മഹത്വത്തോടെയും തേജസ്സോടെയും വരും എന്നതായിരുന്നു. അവരുടെ ഉദ്ദേശങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ് യേശുവിനെ അവർ മശിഹയായി അംഗീകരിക്കാത്തത്. യേശുവിൻ്റെ കാലത്ത് ഒരുപാട് ജൂതന്മാർ റോമൻ അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈ അടിച്ചമർത്തലിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഒരു വിമോചകനെ അവർ ആഗ്രഹിച്ചു. മശിഹ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എബ്രായ ബൈബിളിൽ, അതായത് പഴയ നിയമ പ്രവചനങ്ങളിൽ, പ്രത്യേകിച്ച് യേശയ്യാവ്, ഇരമ്യാവ്, സങ്കീർത്തനം തുടങ്ങിയ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഈ പ്രവചനങ്ങളെല്ലാം അഭിഷിക്തനായ ഒരു ഭാവി വ്യക്തിയുടെയോ ദൈവം തിരഞ്ഞെടുത്ത മശിഹയുടെയോ വരവിനെ വിവരിച്ചിട്ടുണ്ട്.
അതിൽ അദ്ദേഹം യഹൂദ ജനതയ്ക്ക് രക്ഷയും നീതിയും പുനഃസ്ഥാപനവും കൊണ്ടുവരുമെന്ന് പറയുന്നു. ഈ തിരുവെഴുത്തുകളുടെയും ആ വാക്യങ്ങൾ നൽകുന്ന ഒരു രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അക്കാലത്ത് പല ജൂതന്മാരും മശിഹ മഹത്വത്തോടെ രാജകീയമായ രീതിയിൽ വരുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അവൻ തങ്ങളുടെ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി ഒരു പുതിയ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കും എന്ന് വിചാരിച്ചു. ദാവീദിനെ പോലെ ഒരു സൈനിക രാഷ്ട്രീയ നേതാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. മശിഹയെ ഒരു നേതാവായി, നായകനായി ഈ പീഡകരായ റോമക്കാരിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഇസ്രായേലിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുമെന്ന് യഹൂദജനത്തിലെ വലിയ വിഭാഗം ആളുകളും വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ലോകത്തിൽ വന്നപ്പോൾ സത്യം പറഞ്ഞ അവനൊരു സാധാരണക്കാരനായിരുന്നു. അവൻ ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ലോക സൃഷ്ടിക്ക് മുമ്പേ അവൻ ഉണ്ടായിരുന്നുവെന്നും അവർ വിശ്വസിച്ചില്ല. എന്നിരുന്നാലും പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനൊപ്പം വിശുദ്ധ തൃത്വത്തിലെ നമുക്ക് പരിചിതമായ രണ്ടാമത്തെ വ്യക്തിയാണ് യേശു. ഈ വിശ്വാസം തൃത്വ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ തൃത്വത്തെക്കുറിച്ച് വിശദമായി വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ബൈബിളിലെ പുതിയ നിയമം യേശുവിൻ്റെ പൂർവ്വാവസ്ഥയെക്കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകൾ തരുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്നും വചനം ദൈവത്തോടു കൂടെയായിരുന്നുവെന്നും വചനം ദൈവമായിരുന്നുവെന്നും പറയുന്നു. യോഹന്നാൻ 1:1. ഈ വാക്യത്തിലെ വചനം എന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഭാഗമായി അവൻ്റെ നിത്യ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോടു കൂടെ സ്വർഗീയ ദിവ്യാവസ്ഥയിൽ യേശു ഉണ്ടായിരുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണത്. ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിനുടനീളം ഭൂമിയുടെ സൃഷ്ടിയിലുമെല്ലാം യേശു സജീവമായി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് യേശു രാജാവായിരുന്നു. അവൻ ഇപ്പോഴും രാജാവാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ യേശു ദൈവത്തോട് പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത് അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തെയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യേശു സ്വാർത്ഥ കാരണങ്ങളാൽ വ്യർത്ഥമായ മഹത്വം അന്വേഷിച്ചില്ല. തൻ്റെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ മഹത്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. സൃഷ്ടിക്ക് മുമ്പുള്ള യേശുവിൻ്റെ സ്വഭാവത്തെയും രൂപത്തെയും വർണ്ണിക്കുന്നത് അവൻ മഹത്വമായിരുന്നു എന്നാണ്. അതിനെ വിവരിക്കാൻ ഈ വാക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ലോകത്തിലുള്ള യാതൊരു മനുഷ്യനുമായും താരതമ്യം പെടുത്താൻ കഴിയാത്ത ശക്തനായ യേശുവിനെ കണ്ടു. വെളിപ്പാട് 1:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ താൻ കണ്ട വ്യക്തി യേശുവാണെന്ന് യോഹന്നാന് വ്യക്തമായി അറിയാമായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ യോഹന്നാന്റെ മനസ്സിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വെളിപ്പാടിൽ യേശു ധരിച്ചിരുന്ന അങ്കി തൻ്റെ ജനത്തിനായി മഹാപുരോഹിതനായ യേശുവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെളുത്തതും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് യേശുവിൻ്റെ വികാരത്തെ കാണിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രീക്ക് സാഹിത്യത്തിൽ വികാരധീരമായ കണ്ണുകൾ അമാനുഷികവും ദൈവികവുമായ വ്യക്തിത്വത്തെ ചിത്രീകരിക്കുന്നതായി പറയുന്നു. ഈ വിവരണം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്ന ഒരു ദൂതനെക്കുറിച്ചുള്ള വിവരണത്തിന് സമാനമാണ്. ദാനിയേൽ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശിക്കുന്നത് പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവാരം പോലെയും ആയിരുന്നു. ഈ വിവരണങ്ങൾ യേശുവിൻ്റെ മഹത്വത്തെ ചിത്രീകരിക്കാനും ഊന്നി പറയാനും സഹായിക്കുന്നു. ആ നിമിഷം യോഹന്നാൻ യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാറ്റിവെച്ച് അവൻ്റെ ദിവ്യശക്തിയെയും മഹത്വത്തെയും വർണ്ണിക്കാൻ കഴിയാത്ത അവൻ്റെ അളവറ്റ മഹത്വത്തെയും മനസ്സിലാക്കി. നമ്മൾ സംസാരിക്കാത്ത വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ മനുഷ്യനായ യേശു വന്നപ്പോൾ ആ മഹത്വവും അധികാരവും മറച്ചുവെക്കാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. യോഹന്നാനും ദാനിയേലും വിവരിച്ച ആ രൂപം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പും ശേഷവുമുള്ള യേശുവിൻ്റെ മഹത്വമുള്ള രൂപമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.